നിങ്ങൾ SBI ബാങ്കിൽ അക്കൗണ്ട് ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ എല്ലാവിധ ബാങ്കിംഗ് സേവനങ്ങളും നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങളെ സഹായിക്കുന്ന SBIയുടെ മൊബൈൽ ബാങ്കിംഗ് ആപ്ലിക്കേഷനാണ് യോനോ SBI എന്ന് പറയുന്നത്. നമുക്ക് എന്തെങ്കിലും ബാങ്കിംഗ് സംബന്ധമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ബാങ്കിൽ പോകേണ്ടി വന്നു കഴിഞ്ഞാൽ അതിനുവേണ്ടി നമുക്ക് ഒത്തിരി സമയം ആവശ്യമായി വരും. എന്നാൽ നമുക്ക് എല്ലാവിധ ബാങ്കിംഗ് ട്രാൻസാക്ഷൻസും യോനോ SBIയുടെ ഈ ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാനായിട്ട് സാധിക്കും. ഇതാണ് ആപ്പിന്റെ മെയിൻ ഇന്റർഫേസ് വരുന്നത്. ശേഷം നമുക്ക് അവിടെ കാണാം എക്സിസ്റ്റിംഗ് SBI കസ്റ്റമർ രജിസ്റ്റർ നൗ എന്നുള്ളൊരു ബട്ടൺ അതിന് താഴെയായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ രജിസ്റ്റർ നൗ എന്നുള്ള ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്ക് ഇതുപോലെ പെർമിഷൻസ് ഒക്കെ വരുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് അലോ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ ഇന്റർഫേസിലോട്ട് വന്നിട്ടുണ്ടായിരിക്കും സെലക്ട് സിം കാർഡ് എന്നുള്ളത്. ഇവിടെ നമ്മുടെ സിം കാർഡ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഫോണിൽ ഒന്നിൽ കൂടുതൽ സിം കാർഡ് യൂസ് ചെയ്യുന്നവരാണ്, 2 സിം ഒക്കെ ഉപയോഗിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള നമ്പർ ഏതാണ് ആ ഒരു സിം കാർഡ് നമ്മൾ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാനാണ്. അതുപോലെ തന്നെ നമ്മുടെ ഫോണിൽ നിന്ന് ഒരു SMS സെൻഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ SMS സെൻഡ് ചെയ്യേണ്ട ബാലൻസ് നമ്മുടെ ഫോണിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതൊക്കെയാണ് അവിടെ പറയുന്നത്. അവിടെ നമ്മൾ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ബാങ്കിൽ കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു നമ്പറുള്ള സിം നമ്മളൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ താഴെയുള്ള നെക്സ്റ്റ് എന്നുള്ള ഈ ബട്ടണിൽ നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ശേഷം നമുക്ക് ഇതുപോലെ വീണ്ടും SMS സെൻഡ് ചെയ്യുന്നതിനുള്ള പെർമിഷൻ ചോദിക്കും. അപ്പോൾ അതൊന്ന് അലോ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ മൊബൈൽ നമ്പർ വെരിഫിക്കേഷൻ ആണ്. അപ്പോൾ ആ വെരിഫിക്കേഷൻ കഴിയുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ ഇതുപോലെ ഇന്റർഫേസിലോട്ട് വന്നിട്ടുണ്ടായിരിക്കും യോനോ രജിസ്ട്രേഷൻ. ക്രിയേറ്റ് യുവർ SBI ഇന്റർനെറ്റ് ബാങ്കിങ് ക്രെഡൻഷ്യൽസ്. ശേഷം അടുത്തായിട്ട് നമ്മുടെ യൂസർ ID പാസ്വേഡും ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി ഇവിടെ താഴെയുള്ള പ്രൊസീഡ് എന്നുള്ള ഈ ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ ഇതുപോലെ ഒരു ഇന്റർഫേസിലോട്ട് വന്നിട്ടുണ്ടായിരിക്കും. ഇവിടെ നമ്മുടെ കൺസെന്റ് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള പേജാണ്. ഇവിടെ നമ്മൾ യൂസർ ID ക്രിയേറ്റ് ചെയ്യുന്നത് യോനോ ലൈറ്റ്, ഓൺലൈൻ SBI, യോനോ ആപ്പ് തുടങ്ങിയ 3 ഇന്റർഫേസിലേക്ക് കോമൺ ആയിട്ടുള്ള ഒരു യൂസർ ID ആണ് എന്നുള്ളതാണ് അവിടെ പറയുന്നത്. ശേഷം നമ്മളിവിടെ താഴെയുള്ള യെസ് ഐ അഗ്രി എന്നുള്ള ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മൾ ഇതുപോലെ ഒരു ഇന്റർഫേസിലോട്ട് വന്നിട്ടുണ്ടായിരിക്കും. അവിടെ നമുക്ക് രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് വേണ്ടിയുള്ള 2 ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അവിടെ ഒന്നാമത്തെ ഓപ്ഷൻ ഉള്ളത് രജിസ്റ്റർ ഫോർ യോനോ വിത്ത് മൈ ATM കാർഡ്. രണ്ടാമത്തെ ഓപ്ഷൻ വരുന്നത് രജിസ്റ്റർ വിത്ത് അക്കൗണ്ട് ഡീറ്റെയിൽസ് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ഒന്നുകൂടെ സിമ്പിൾ ആയിട്ടുള്ളത് നമുക്ക് ATM കാർഡ് ഉപയോഗിച്ചുകൊണ്ടുള്ള. അപ്പോൾ നമ്മൾ ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മൾ ഇതുപോലെ ഒരു ഇന്റർഫേസിലോട്ട് വന്നിട്ടുണ്ടായിരിക്കും. ഇവിടെ നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കാനാണ്. അതിൽ ഒന്നാമതായി പറയുന്നത് അക്കൗണ്ട് നമ്പർ എന്നുള്ളതാണ്. അവിടെ നമ്മുടെ അക്കൗണ്ട് നമ്പർ നമ്മൾ കറക്റ്റായിട്ട് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കാം. ശേഷം അടുത്ത കോളത്തിൽ വരുന്നത് ഡേറ്റ് ഓഫ് ബർത്ത് എന്നുള്ളതാണ്. അവിടെ നമ്മുടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു കറക്റ്റ് ഡേറ്റ് ഓഫ് ബർത്ത് തന്നെ ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുവേണ്ടി അതിൻ്റെ വലതുവശത്തുള്ള കലണ്ടറിൻ്റെ ഐക്കണിലൊന്ന് പ്രസ് ചെയ്തുകൊണ്ട് അതിൽ നിന്ന് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ആ ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റായിട്ടൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാനിവിടെ ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ താഴെയുള്ള നെക്സ്റ്റ് എന്നുള്ള ഈ ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ OTP വെരിഫിക്കേഷൻ എന്നുള്ള ഈ ഒരു ഇന്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കും. അതോടുകൂടി തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്ന മൊബൈൽ നമ്പറിലേക്കും നമ്മുടെ ഇമെയിൽ ID കൊടുത്തതിലേക്കും ഒരു OTP കോഡ് വെരിഫിക്കേഷന് വേണ്ടി അയച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു OTP കോഡ് ഇവിടെ എൻ്റർ OTP എന്നുള്ള ഭാഗത്തൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇനി അഥവാ OTP കോഡ് SMS വന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ താഴെയുള്ള റീസെൻറ്റ് OTP എന്നുള്ള ഈ ബട്ടണിൽ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് OTP കോഡ് വീണ്ടും സെൻഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എനിക്കിവിടെ OTP കോഡ് SMS വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇവിടെ താഴെയുള്ള സബ്മിറ്റ് എന്നുള്ള ഈ ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ ഇതുപോലെ ഇന്റർഫേസിലോട്ട് വന്നിട്ടുണ്ടായിരിക്കും റിവ്യൂ യൂസർ ഡീറ്റെയിൽസ് എന്നുള്ളതാണ്. അപ്പോൾ അതിന് താഴെയായിട്ട് പ്രൈമറി അക്കൗണ്ട് ഹോൾഡർ എന്നുള്ളതിൻ്റെ താഴെ നമ്മുടെ നെയിം നമുക്ക് അവിടെ കാണാം.